പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ ഒരു കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ്. ഇത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണോ എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ബാക്ക് പെയിൻ വരുമ്പോഴത്തേക്ക് ഡോക്ടറെ അടുത്തേക്ക് ഓടിപ്പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പ്രഗ്നൻസിയിൽ ബാക്ക് പെയിൻ വരുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെലിവറിനെ ഫേവർ ചെയ്യാൻ വേണ്ടി, അതായത് നോർമൽ വെജൈനൽ ഡെലിവറിനെ ഫേവർ ചെയ്യാൻ വേണ്ടി ബോഡി കുറച്ച് ഹോർമോൺസ് റിലീസ് ചെയ്യും. റിലാക്സിൻ ഹോർമോൺസ് എന്ന് പറയും. അത് നമ്മുടെ ജോയിന്റ്സ് ഒക്കെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജോയിന്റ്സും ലിഗമെന്റ്സും മസിൽസും ഒക്കെ ഒന്ന് ലൂസ് ആക്കും. അത് നമ്മുടെ ബാക്കിലുള്ള ആ ഒരു ലിഗമെന്റ്സിനെയും ജോയിന്റ്സിനെയും ഒക്കെ ലൂസ് ആക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു അൺസ്റ്റഡി ഫീലിംഗ് വരും നമ്മുടെ ബാക്കിൽ. അതേപോലെ കുട്ടി വലുതാവുന്നതിനനുസരിച്ചിട്ട് ഒരു എക്സ്ട്രാ ലോഡ് നമ്മുടെ സ്പൈനിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിന്റെ മുകളിലേക്ക് വരുന്നതും ചെറിയ ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ട് കാരണം. പിന്നെ ഉള്ളത് നമ്മുടെ ബോഡിയുടെ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം വരും. കാരണം വയറ് മുന്നോട്ടേക്ക് വലുതായി വരികയാണ്. അപ്പം അത് നമ്മുടെ സ്പൈനെ ഒന്ന് ഫോർവേഡ് ആയിട്ടൊന്ന് പുൾ ചെയ്യും. അപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു ബാക്ക് പെയിൻ വരുന്നതിനുള്ള റീസൺസ്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ പോസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ കിടക്കുന്ന സമയത്ത് സൈഡ് ചെരിഞ്ഞിട്ട് കിടക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ കുനിയാതെ ജസ്റ്റ് ഒന്ന് മുട്ട് മടക്കിയിട്ട് സാധനം എടുക്കുക. ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാതിരിക്കുക. ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് പെയിൻ ഉള്ള സമയത്ത് ചെറിയ മസാജ് കൊടുക്കുക, അല്ലെങ്കിൽ വാം ആയിട്ടുള്ള ഹോട്ട് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷെ ഇത് എപ്പോഴാണ് നമ്മൾ അലാമിംഗ് ആയിട്ടുള്ള ഒരു സാധനമായി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാക്ക് പെയിന്റെ കൂടെ തന്നെ നംനെസ്സോ അല്ലെങ്കിൽ വീക്ക്നെസ്സോ ഒക്കെ കാലിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൂടെ പനി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വജൈനൽ ബ്ലീഡിങ് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണേണ്ടതുണ്ട്. ചിലർക്ക് ആഫ്റ്റർ ഡെലിവറിയും ഈ ബാക്ക് പെയിൻ ചിലപ്പം പെർസിസ്റ്റ് ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഡൾ ഏക്കൊക്കെ പെർസിസ്റ്റ് ചെയ്യാം. അത് ചിലപ്പം കുറച്ച് സമയം എടുക്കും. നോർമലി തന്നെ നമ്മുടെ ബോഡി പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ചിലപ്പോൾ ഒരു 6 months 1 year ഒക്കെ ചിലപ്പോൾ അത് പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ എക്സസൈസസ്, സ്ട്രെങ്തനിങ് എക്സസൈസസ്, വാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിലും അതേപോലെ ആഫ്റ്റർ ഡെലിവറി ടൈമിലും വരുന്ന ചെറിയ ബാക്ക് പെയിൻ കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതാണ്. അതേസമയം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്.